2025 FIH ജൂനിയർ ഹോക്കി ലോകകപ്പിന് വേദിയായത് ഇന്ത്യയായിരുന്നു. ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നടന്നത് ഡിസംബർ 10-ന് ചെന്നൈയിൽ വച്ചായിരുന്നു. ഫൈനലിൽ ഏറ്റുമുട്ടിയത് ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ ജർമ്മനിയും ടൂർണമെന്റിന്റെ കറുത്ത കുതിരകളെന്നറിയപ്പെടുന്ന സ്പെയിനുമായിരുന്നു. സ്പെയിൻ ആദ്യമായാണ് ഹോക്കി ലോകകപ്പ് ഫൈനലിൽ എത്തിയത്. മത്സരം ആരംഭിച്ചതു മുതൽ ജർമ്മനി കളിയുടെ പൂർണ്ണ നിയന്ത്രണം കൈവശപ്പെടുത്തി. സ്പെയിനിന്റെ ഡിഫൻസിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയും പെനാൽറ്റി കോർണറുകളടക്കം നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും ഗോൾ മാത്രം അകന്നുനിന്നു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജർമ്മനി മനോഹരമായ ഒരു ഗോൾ നേടി ഫൈനലിൽ നിർണായകമായ ലീഡ് സ്വന്തമാക്കി. ഹാഫ് ടൈമിന്റെ ഇടവേളയിൽ സ്റ്റേഡിയം മുഴുവനെയും ആവേശത്തിലാക്കി സംഗീത പ്രകടനങ്ങളും ലൈറ്റ് ഷോയും ഉണ്ടായിരുന്നു. തമിഴ്നാടിന്റെ ജല്ലിക്കെട്ട് സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം നേടിയ മാസ്കോട്ട് കാങ്കേയന്റെ നൃത്തവും കാണികൾക്ക് ദൃശ്യവിരുന്നായി. രണ്ടാം പകുതി ആരംഭിച്ചതോടുകൂടി കളിയുടെ ഗതി പൂർണ്ണമായും മാറി. സ്പെയിൻ ആക്രമണം ശക്തമാക്കി. ജർമ്മനിയുടെ ഡിഫൻസിലേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ആക്രമണങ്ങളും ശരിക്കും കളിയെ ഒരു ത്രില്ലർ മൂഡിലേക്ക് കൊണ്ടുപോയി. ഒടുവിൽ സ്പെയിൻ അനിവാര്യമായ ഈക്വലൈസർ ഗോൾ നേടി കളി സമനിലയിലേക്കാക്കി. ഫുൾ ടൈം അവസാനിച്ചപ്പോൾ സ്കോർ 1-1 എന്ന നിലയിൽ തുടരുകയും മത്സരം ആവേശകരമായ ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയും ചെയ്തു. ആദ്യ ഷൂട്ടൌട്ട് അവസരം ഇരു ടീമുകളും നഷ്ടപ്പെടുത്തി. പിന്നീട് രണ്ടു ടീമുകളും ഗോൾ നേടിക്കൊണ്ട് മത്സരം വീണ്ടും ആവേശകരമാക്കി. എന്നാൽ സമ്മർദ്ദം കൂടിയപ്പോൾ ജർമ്മനി ആത്മവിശ്വാസത്തോടെ തിരിച്ചു വന്നു. അവർ തുടർന്നുള്ള ഷോട്ടുകൾ വിജയകരമായി ഗോളാക്കി മാറ്റി. ആദ്യ ഫൈനലിൻ്റെ അനുഭവമായതിനാൽ സ്പെയിനിന് സമ്മർദ്ദം കൈകാര്യം ചെയ്യാനാകാതെ നിർണായകമായ സമയത്ത് ചില പിഴവുകൾ വരുത്തി. അങ്ങനെ ഷൂട്ടൌട്ടിന് അവസാനം 3-2 എന്ന സ്കോറിന് ജർമ്മനി വിജയം നേടി. ലോകകപ്പ് കിരീടം അവർ വീണ്ടും സ്വന്തമാക്കി. ട്രോഫി ഉയർത്തിയ ജർമ്മൻ ടീമിൻ്റെ ആഹ്ലാദം ഹോക്കിയുടെ ഒരു അവിസ്മരണീയ രാത്രിയാക്കി അതിനെ മാറ്റി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ചാനലിൽ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.